അപ്പം നമ്മളിന്ന് പുറപ്പെടുമ്പോൾ, നമ്മളിന്ന് എന്തെങ്കിലും ചെയ്യുമ്പം 2 കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരണ്ട. 1, ഉദ്ധിതനായവൻ എന്നോടൊപ്പം ഉണ്ട്. 2, ഉയരത്തിൽ നിന്ന് നയിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ കൂടെയുണ്ട്. 3, ഇത് മുഴുവൻ പ്ലാൻ ചെയ്തിരിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ നിറപടിയായി നിവർത്തിക്കപ്പെടണമെന്ന് പദ്ധതി ഒരുക്കിയിരിക്കുന്ന ഒരു പിതാവ് എന്നോടൊപ്പം ഉണ്ട്. ഹല്ലേലൂയ. ഈശോയുടെ പുനരുത്ഥാനം പിതാവിൻ്റെ പദ്ധതിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം പിതാവിൻ്റെ പദ്ധതിയാണ്. പദ്ധതി ഒരുക്കിയ പിതാവും ഉദ്ധിതനായ ക്രിസ്തുവും ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവും നിങ്ങളിൽ സജീവമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കിന്ന് നിരാശപ്പെടാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് നിരാശ നിങ്ങളെ വിഴുങ്ങാത്തത്. നാനാവിധ പ്രതിസന്ധികൾ 4 വശത്ത് നിന്ന് ഞെരുങ്ങുമ്പോഴും അതിൻ്റെ മുകളിലൂടെ ഭാരമില്ലാത്ത ഒരു വ്യക്തിയെ പോലെ നടന്നു പോകാൻ കഴിയുന്നത് യാദർശികമാണെന്നാണ് ചിന്തിക്കുന്നത്. ഒരിക്കലും യാദർശികമല്ല. ലോക മനുഷ്യൻ മരണത്തിലേക്കും റെയിൽവേ ട്രാക്കിലെ ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും നീങ്ങുമ്പോൾ അതേ പ്രതിസന്ധിയുള്ള നിങ്ങൾ പുഞ്ചിരിച്ച് അഭിഷേകത്തിൽ നിറഞ്ഞ് കൃപയിൽ നിറഞ്ഞ് ദൈവശക്തിയിൽ നിറഞ്ഞ് ഈ കാര്യങ്ങളെ നേരിടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പദ്ധതി ഒരുക്കിയ ഒരു പിതാവിലുള്ള ഉറപ്പ്, ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിൻ്റെ മഹത്വത്തിലുള്ള തിരിച്ചറിവ്, ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിലുള്ള ഉറപ്പ്. ഇതാണ് നമ്മൾ പിടിച്ചു നിൽക്കാൻ കാരണം.